ഹലോ ഓൾ, ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് പാണ്ടയാണ്. സോ അതിനായിട്ട് ഞാൻ ഔട്ട്ലൈനൊക്കെ വരച്ചിട്ടുണ്ട് ഓൺ എ കാർഡ്ബോർഡ് ട്യൂബ്. ആൻഡ് ആവശ്യമുള്ള കളറൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ആൻഡ് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് കളർ അടിക്കാം. സോ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ആൻഡ് പാണ്ടയുടെ ഇയേഴ്സും ഐബ്രോ കണ്ണൊക്കെ ഞാൻ ബ്ലാക്കിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ കണ്ണും പിരിവൊക്കെ എഴുതി കൊടുക്കില്ലേ, അതേപോലെ തന്നെ കളർ ചെയ്ത് വിടുക. എന്നിട്ട് പാണ്ടയുടെ ബോഡി പാർട്സിനും കാലിന്, കയ്യിൽ, വാലിനൊക്കെ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ബ്ലഷൊക്കെ ഇട്ടൊന്ന് സുന്ദരക്കുട്ടപ്പനാക്കിയിട്ട് നമ്മൾ ബാംബൂ സ്റ്റിക്കില്ലേ അതിനകത്ത് കളർ ചെയ്യും. സോ ഞാനൊരു ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് ലൈറ്റർ ഷെയ്ഡിലോട്ടാണ് പോകുന്നത്. സോ ചില പാളിപ്പൊക്കെ പറ്റിയിട്ടുണ്ട്, ബട്ട് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ അൺടിൽ ആൻഡ് അൺലെസ് ഇറ്റ്സ് നമ്മൾ കറക്റ്റ് ചെയ്താൽ. സോ ഐ തിങ്ക് ഐ മെയ്ഡ് ഇറ്റ് പെർഫെക്റ്റ് ഫോർ ദാറ്റ്. ആൻഡ് ഷെയ്ഡൊക്കെ കൊടുത്ത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ പിന്നെ ബാംബു ആണ് വരച്ചത്, പക്ഷേ ലാസ്റ്റ് ഞാൻ വുഡിൻ്റെ ഷേപ്പൊക്കെ കൊടുത്തങ്ങ് സെറ്റാക്കി വിട്ടു. പക്ഷേ സാരമില്ല, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ അൺടിൽ അൺലെസ് ഇറ്റ്സ് ക്യൂട്ട്, റൈറ്റ്? സോ ദെൻ പിന്നെ ഇലയൊക്കെ വരച്ചു കൊടുത്തു. പിന്നെ അതുമല്ലായിരുന്നു, ഒരു ഷെയ്ഡിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ താഴെ, അതായത് ബാംബുവിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ഡാർക്കായിട്ടൊരു ഷാഡോ കൊടുത്തു. പിന്നെ ഒരു പച്ചപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് മൊത്തത്തിലങ്ങ് കളർ ചെയ്തു. സോ ആക്ച്വലി ഇതുകൊണ്ടൊക്കെയുള്ള ട്യൂബിൽ ഞാൻ കുറേ പെയിൻറ്റിങ്സ് വരച്ചിട്ടുണ്ട് ഇതിന് മുമ്പിലും. സോ ഇറ്റ്സ് ആക്ച്വലി എ വേസ്റ്റ്. ഈ സംഭവമില്ലേ, അതായത് ഈ കാർഡ്ബോർഡ് ട്യൂബ്. സോ ആക്ച്വലി അത് വന്നിട്ട് ഈ പേപ്പർ പ്രിൻറ്റിങ് ചെയ്ത് ലാസ്റ്റ് വരുന്ന ഒരു പോർഷൻ, അത് ആക്ച്വലി എടുത്ത് കളയേണ്ടതാണ്, ബട്ട് ഞാനത് യൂസ്ഫുള്ളാക്കി എടുത്തു. അപ്പോൾ ഇത് കണക്ക് ഒരു 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനമാകുമ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള ആർട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ അപ്പം ഇനി ബാക്കിയുള്ളത് ഈ ക്ലൗഡ്സ് മാത്രം. സ്കൈയിലാണെങ്കിൽ ബ്ലൂ അടിച്ചു കൊടുത്തിട്ടുണ്ട്. സോ അത് കുറച്ച് ടൈം എടുത്തായിരുന്നു എനിക്ക് ചെയ്യാനായിട്ട്, ബിക്കോസ് ഞാനിത് ഓഫീസിലിരുന്ന് ചെയ്തുകൊണ്ട് എനിക്ക് കുറേ ഡിസ്റ്റർബൻസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിനകത്ത് സണ്ണിനാണെങ്കിൽ എന്ത് കളർ കൊടുക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. സോ ദെൻ ഐ തോട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓറഞ്ചായിട്ട്, ബട്ട് ഐ തോട്ട് ഇറ്റ്സ് എ കാർട്ടൂൺ കൈൻഡ് ഓഫ് എ തിങ്. ഞാൻ കുട്ടികളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത്. ദെൻ ഐ തോട്ട് ഓക്കെ ഐ ജസ്റ്റ് ഗിവ് ഇറ്റ് സിംഗിൾ കളർ. സോ അതുകൊണ്ട് യെല്ലോ മാത്രം അടിച്ചിട്ട് പടം ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഐ ജസ്റ്റ് തോട്ട് ലൈക്ക് ഇൻകംപ്ലീറ്റ് ആണ്. ദെൻ ഐ ടുക്ക് ബ്ലാക്ക് മാർക്കർ, ബോർഡർ കൊടുക്കേണ്ട സ്ഥലത്തെല്ലാം ബോർഡർ കൊടുത്തു. And I think I made it good. So just let me know if you like it. Okay? And ഞാൻ എൻ്റെ ബാക്കി വരച്ചതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ, നമുക്കൊന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് അത് ഷോ ചെയ്യും. പിന്നെ ഹൈലൈറ്റ് മറക്കരുത് കേട്ടോ. എവിടെയൊക്കെ ഷെയ്ഡ് കൊടുക്കണം അവിടെയൊക്കെ ഷെയ്ഡ് കൊടുത്തേക്കണം, കാലിലും കയ്യിലും മുഖത്തും കണ്ണിലും എല്ലാം. ആൻഡ് ദെൻ ആർ പെയിൻറ്റിങ് ഈസ് റെഡി. സോ ഞാൻ എൻ്റെ ബാക്കിയുള്ള പിക്ചേഴ്സ് കാണിക്കാം. സോ ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ഡൺ. ഓക്കെ, സോ എങ്ങനെയുണ്ടെന്ന് പറയണേ. സോ ദർ ഇസ് എ ഷീപ്പ്, ടർട്ടോയ്സ്, സ്നെയിൽ, ഡക്ക്, ഗൊറീല ആൻഡ് ഫൈനലി പാണ്ട. സോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. And this is the final outcome. If you like it, please subscribe.